ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം 10 ദശകങ്ങൾ നമ്മൾ പഠിച്ചു. 11ാമത്തെ ദശകം ജയവിജയന്മാരുടെയും സനകാദികളിൽ നിന്ന് അവർക്ക് ശാപം, ഹിരണ്യാക്ഷൻ്റെ ഹിരണ്യകശിപുവിൻ്റെയൊക്കെ ഉത്ഭവം, അതെല്ലാമാണ് നമ്മൾ ഇനി മുതൽക്ക് പഠിക്കാൻ തുടങ്ങുന്നത്. 11ാമത്തെ ശ്ലോകത്തിൽ അതിൽ നമുക്ക് 1ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. ക്ലാസ് എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ പുതിയ ക്ലാസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഹരേ കൃഷ്ണ. നമുക്ക് 1ാമത്തെ ശ്ലോകം 11-ലെ 1ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. ക്രമേണ സർഗേ പരിവർദ്ധമാനേ കദാപി ദിവ്യാസനഗാദയസ്തേ ഭവദ്വിലോകായ വിഗുണ്ഠലോകം പ്രഭേദിരേ മാരുതമന്ദിരേശ. ഹരേ കൃഷ്ണ. പദച്ഛേദം നോക്കുമ്പോൾ ക്രമേണ സർഗേ പരിവർദ്ധമാനേ കദാപി ദിവ്യാ സനഗാദയസ്തേ. സനഗാദയ പ്ലസ് തേ എന്ന് വരും. അതാണ് പിരിക്കുമ്പോൾ സനഗാദയ പ്ലസ് തേ, സനഗാദയസ്തേ. ഭവത് വിലോകായ, അപ്പം ഭവദ്യുലോകായ എന്ന് വായിക്കും. വികുണ്ഠലോകം പ്രഭേദിരേ മാരുതമന്ദിരേശ. മാരുതമന്ദിരേശ, ഹേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരപ്പനോട് പറയാണ്. ക്രമേണ സർഗേ പരിവർദ്ധമാനെ, അങ്ങനെ സൃഷ്ടി ക്രമമായി വർദ്ധിച്ചു കൊണ്ടിരിക്കെ. കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചു, സൃഷ്ടി തൻ്റെ ശരീരം, ബ്രഹ്മാവിൻ്റെ ശരീരം തന്നെ 2ആയി പകുത്ത് സ്ത്രീയും പുരുഷനുമാക്കി. അതിൽ നിന്നും പുത്രനും പുത്രികളും ഉണ്ടായി, അവരുടെ കുലങ്ങളും ഗോത്രങ്ങളും ഉണ്ടായി. അതിനുശേഷം പിന്നെ ലോകത്ത് പല പല കലഹങ്ങളും രോഗങ്ങളും അധർമ്മങ്ങളൊക്കെ നടക്കാൻ തുടങ്ങിയപ്പോൾ അധർമ്മികൾ കൂടി. അപ്പോൾ അതിലിവിടെ പിന്നെ ഉണ്ടാവുന്ന കഥകൾ അതിനുശേഷം അതാണ് പറയണത്. അപ്പോൾ ഇങ്ങനെ സൃഷ്ടി വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദിവ്യ തേ സനഗാദയ, ദിവ്യന്മാരായ സനഗാദികളെ സൃഷ്ടിച്ചത് നമ്മൾ പഠിച്ചു. മനസ്സിൽ നിന്ന്, ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്ന്. ആ സനഗാദികൾ കദാപി ഒരിക്കൽ ഭവദ്വിലോകായ, അങ്ങയുടെ ദർശനത്തിനായി ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് അവർക്ക് തോന്നുകയാണ്. വികുണ്ഠലോകം, വൈകുണ്ഠലോകത്തെ പ്രഭേദിരേ പ്രാപിച്ചവരായി. അതായത് ഭഗവാനെ എവിടെ ഇരുന്നാലും അവർക്ക് കാണാം. എപ്പോഴും ദർശനത്തിന് അവർക്ക് വൈകുണ്ഠത്തിൽ വരണമെന്നില്ല. പക്ഷേ ഭഗവാന്റെ ഇച്ഛ തന്നെയാണത്, അവർക്ക് വൈകുണ്ഠത്തിൽ വന്ന് ഭഗവാനെ കാണണം എന്ന് തോന്നുകയാണ്. അപ്പം സൃഷ്ടിയിലൂടെ സ്ത്രീ പുരുഷ ഭേദങ്ങളും സ്ത്രീ പുരുഷന്മാരുടെ സംയോഗബലമായിട്ട് സൃഷ്ടി പലതരത്തിൽ വ്യാപിച്ചു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചു. സന്താനപരമങ്ങളൊക്കെ ഉണ്ടായി, ഭിന്ന സ്വഭാവക്കാരും ആകൃതിയും ഒക്കെ ഉള്ളവരായി സൃഷ്ടി ഇങ്ങനെ വർദ്ധിച്ചു വന്നു. ഈ ഘട്ടത്തിൽ ഒരിക്കൽ സനകാദികളെ ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി വൈകുണ്ഠത്തിലെത്തി. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണ് സനകാദികൾ. അവർ എന്നും ഭക്തിയിൽ രസിക്കുന്നവരാണ്. ബ്രഹ്മാവ് സൃഷ്ടിയിൽ ഏർപ്പെടാൻ പറഞ്ഞിട്ടും കൂടിയും അവരത് ചെയ്യാതെ ഭഗവാന്റെ കാര്യം മാത്രമാണ് ഞങ്ങൾക്ക് താല്പര്യം എന്ന് പറഞ്ഞവരാണ് സനകാദികൾ. അവർ ദിവ്യന്മാരായിരുന്നു. ഏത് ലോകത്തും എപ്പോഴും കടന്നു പോകാനുള്ള കഴിവും അർഹതയും ഒക്കെ ഈ സനകാദികൾക്ക് ഉള്ളതുകൊണ്ട് അവർ ഒട്ടും ഒന്നിനും ആഗ്രഹമില്ലാത്തവരായിരുന്നു. ഒരു യാത്രയും അവർ ചെയ്യാറില്ല. എന്നാലും അവർക്ക് ഭഗവാനെ അന്ന് വൈകുണ്ഠത്തിൽ ഒരിക്കൽ വന്ന് കാണണമെന്ന് തോന്നുകയാണ്. അങ്ങനെ വൈകുണ്ഠ ലോകത്ത് അത് വികുണ്ഠമായ ലോകമാണ്, തടസ്സങ്ങളില്ലാത്ത ലോകം, അല്ലെങ്കിൽ കുണ്ഠതകൾ ദുഃഖങ്ങളില്ലാത്ത ലോകം. അതാണ് അതിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ. ജനങ്ങളിങ്ങനെ പെരുകിയപ്പോൾ, ലോകത്ത് ജനങ്ങൾ പെരുകുമ്പോൾ ആഗ്രഹങ്ങളൊക്കെ കൂടി വഴക്കും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അധർമ്മം പെരുകാൻ തുടങ്ങും. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ തുടങ്ങി. ആ അധർമ്മത്തെ അമർച്ച ചെയ്യാൻ ഭഗവാന് അവസരമുണ്ടാക്കലാണ് ഈ സനകാദികളുടെ വൈകുണ്ഠ ദർശനത്തിൻ്റെ ഫലം. അത് നമ്മൾ ആലോചിക്കണം. അങ്ങനെ ഭഗവാനെ അവിടെ വന്ന് ദർശിക്കാൻ ഈ സനകാദികൾക്ക് തോന്നിയത് ഭഗവാന്റെ ഇച്ഛ തന്നെയാണ് എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. നമുക്ക് 2ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. മനോജ്ഞ നൈശ്രേയസകാനനാദ്യേർ അനേകവാപി മണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വരാ പ്രാപുരതീതകക്ഷ്യാഹ. ഹരേ കൃഷ്ണ. പദച്ഛേദം നോക്കുമ്പോൾ മനോജ്ഞ
നൈശ്രേയസ, ഒരിക്കലും മനോജ്ഞനൈ ശ്രേയസ വായിക്കരുത്. മനോജ്ഞ നൈശ്രേയസ കാനനാദേഹി അനേകവാബി മണിമന്ദിരൈ പ്ലസ് ച. അനേകവാബി മണിമന്ദിരൈ പ്ലസ് ച. അപ്പോൾ ഒന്നിച്ച് വായിക്കണം. അനേകവാബി മണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വരാ പ്രാബുഹു അതീതകക്ഷ്യ. പ്രാബുരതീതകക്ഷ്യ എന്നുള്ളത് പിരിക്കുമ്പോൾ പ്രാബുഹു അതീതകക്ഷ്യാഹ എന്ന് വരും. ഇവിടെ പറയണത് മനോജ്ഞ നൈശ്രേയസ കാനനാദി. നൈ അല്ല നൈശ്രേയസ കാനനാദേഹി. അതായത് മനോജ്ഞ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മനോഹരമായ ഒരു ഉദ്യാനത്തിൻ്റെ പേരാണ് നൈശ്രേയസം. ആ നൈശ്രേയസം എന്ന ഉദ്യാനം തുടങ്ങിയവയാലും വൈകുണ്ഠത്തിൽ എന്തൊക്കെയാണെന്നൊക്കെ പറയാണ്. അനേകവാബി മണിമന്ദിരേശ, അനേകം വാബികൾ, മണിമന്ദിരങ്ങൾ എന്നിവയൊക്കെ കൂടിയതും അനോപമം, അല്പമായ സാദൃശ്യം പോലുമില്ലാത്ത, അതായത് അതിനെ കൊണ്ട് ഉപമിക്കാൻ വേറൊന്നില്ല എന്നർത്ഥം. അതുല്യമായത്, ഈ വൈകുണ്ഠത്തിന് തുല്യമായി ഉപമിക്കാൻ അതുപോലെയാണെന്ന് പറയാൻ മറ്റൊന്നില്ലാത്ത അതുല്യമായ ഭവത അങ്ങയുടെ തം നികേതം ആ വാസസ്ഥാനം വൈകുണ്ഠം, ഭഗവാന്റെ വാസസ്ഥാനം വൈകുണ്ഠം, ആ വാസസ്ഥാനം അതീതകക്ഷ്യ കക്ഷ്യകൾ കടന്നവരായിട്ട് മുനീശ്വരന്മാർ പ്രാപിച്ചു. കക്ഷ്യകൾ പറഞ്ഞാൽ മതിൽക്കെട്ടുകൾ, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ എന്നുള്ളൊരു സ്തുതി പഠിച്ചിട്ടുണ്ടാവും. ആ കക്ഷികളാണ് ഇവിടെ കിടക്കുന്നത്. അതിൽ ആ മതിൽക്കെട്ടുകളെല്ലാം, അങ്ങനെയുള്ള മതിൽക്കെട്ടുകളെല്ലാം കടന്ന് അവർ ഭഗവാന്റെ അടുത്തേക്ക് പ്രവേശിക്കേണ്ട ഭാഗമെത്തി എന്നർത്ഥം. സനകാദികൾ വൈകുണ്ഠത്തിൻ്റെ ആ സൗന്ദര്യം അതിൻ്റെ ഭാഗവതത്തിൽ അത് നന്നായി വിവരിക്കുന്നുണ്ട്. അത് ഇവിടെ പറയാൻ ചെറിയ ചെറിയ ശ്ലോകങ്ങളിലൂടെ ആകുമ്പോൾ വട്ടത്തിരിപ്പാട് അത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. നൈശ്രേയസം എന്നൊരു കാനനം എടുത്ത് പറയാണ് ഇവിടെ. അത് വളരെ മനോഹരമാണെന്ന് പറയുന്നു. ആ കാനനം എന്ന് പറയുന്ന ഉദ്യാനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാനനത്തിൻ്റെ പേര് പ്രധാനമാണ് നിശ്രേയസം. അതായത് നൈശ്രേയസം എന്ന് പറയുമ്പോൾ നിശ്രേയസം എന്ന് പറഞ്ഞത്. നിശ്രേയസിന് കൈവല്യം കിട്ടുന്നത് എന്നർത്ഥം. വൈകുണ്ഠത്തിലെത്തിയാൽ കൈവല്യം കിട്ടുന്നതായ ഉദ്യാനം. പിന്നെ ആദ്യേ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മാത്രമല്ല, പിന്നെയും അതുപോലെ ഒരുപാട് അനുഭൂതികൾ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഭഗവാന്റെ ആ വാസസ്ഥലം അനേകം വാപികൾ, കെട്ടിടങ്ങളാലും മണിമന്ദിരങ്ങളാലും കൊട്ടാരങ്ങളാലൊക്കെ മനോജ്ഞമാണ്. അതൊക്കെ ഉപമിക്കാൻ പറ്റാത്തതാണെന്ന് കൂടിയും പറയുന്നു. മറ്റെന്തിനോടും ഉപമിക്കാൻ പറ്റില്ല എന്നർത്ഥം. അങ്ങനെയുള്ള ആ വൈകുണ്ഠത്തിൽ അവരെത്തിയിട്ട് 6 കക്ഷികൾ കടന്നാണ് ആ മതിൽക്കെട്ടുകൾ എന്ന് പറയാം അതിന്. അത് കടന്നിട്ട് ഓരോ കടക്കാൻ ഒരു വാതിലുകൾ ഉണ്ടാകണം. ആ കക്ഷികളുടെ അല്ലെങ്കിൽ വാതിലുകളുടെ ഒക്കെ അടുത്ത് കാവൽക്കാരും ഉണ്ടാവും. 7 കക്ഷികളാണ്, 7 മതിൽക്കെട്ടാണെന്ന് ഭാഗവത പ്രകാരം പറയുന്നത്. അതിൽ 6 കക്ഷികളും ഈ സനകാദികൾ കടന്നു. ആ കക്ഷികൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പലതരത്തിൽ പറയുന്നുണ്ട് അതിനെ. നമ്മൾക്ക് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്ന് വേണമെങ്കിൽ ആ കക്ഷികളെ എടുക്കാം. അത് കഴിഞ്ഞാൽ അത് നേടിക്കഴിഞ്ഞാൽ സഹസ്രാരമായ ഭഗവാൻ ഇരിക്കണവിടേക്ക് യോഗശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള വ്യാഖ്യാനത്തിൽ എടുക്കാൻ പറ്റും. പിന്നെ കാമക്രോധലോഭ മോഹ മത മാത്സര്യം അതിനെയെല്ലാം ജയിച്ചിട്ട് ആ കക്ഷികളെ അത് കടന്നാലേ വൈകുണ്ഠത്തിലെത്താനാകൂ എന്ന് മറ്റൊരു വ്യാഖ്യാനം. പിന്നെ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം എന്ന് 6 ഗുണങ്ങൾ, അതും ആ കക്ഷികളെയും വേണമെങ്കിൽ അങ്ങനെയായിട്ടും ഭഗവാന്റെ അടുത്തെത്താം. അങ്ങനെയുള്ള ഈ കക്ഷികൾ കടന്നിട്ട് 6 കക്ഷികൾ കടന്ന് 7ാമത്തെ കടന്നാൽ ഭഗവാന്റെ അടുത്തേക്കാണ് എത്തുന്നത്. അത് അവിടെ കടക്കുമ്പോൾ എന്താണ് സംഭവിക്കണമെന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ വായിച്ചു നോക്കാം. ശ്ലോകം 3, ദശകം 11. ഭവദ്ദിദൃക്ഷോൻ ഭവനം വിവിക്ഷോൻ ദ്വാസ്തോ ജയസ്താൻ വിജയോപ്യരുന്ധാം തേഷാം ച ചിത്തേ പദമാഭകോഭഃ സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. ഹരേ കൃഷ്ണ. പതിച്ചേർന്ന് നോക്കുമ്പോൾ ഭവത് ദൃക്ഷൂൻ, ഭവദ്ദി ദൃക്ഷൂൻ, 2 ധ കാണാം അവിടെ. അത് പിരിക്കുമ്പോൾ ഭവത് പ്ലസ് ദിദൃക്ഷൂൻ എന്നാണ് വാക്ക്. അപ്പോൾ ഭവത് ദിദൃക്ഷൂൻ
ഒന്നിച്ച് വായിക്കുമ്പോൾ ഭവദ്ധിദൃക്ഷൂൻ ഭവനം വിവിച്ചൂൻ ദ്വാ അസ്തു. അപ്പോൾ ദ്വാസ്തു ജയ താൻ, ജയ പ്ലസ് താൻ, വിജയ അഭി അരുന്ധാം. അപ്പോൾ വിജയോപ്യരുന്ധാം. തേഷാം ച ചിത്തേ പദം പ്ലസ് ആപ കോപഃ, പദമാപകോപഃ. സർവം ഭവത് പ്രേരണയ ഏവ ഭൂമൻ. പ്രേരണയ ഏവ, ഭഗവാന്റെ പ്രേരണ കൊണ്ട് തന്നെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന്. അതായത് ഭവത് ദിദൃക്ഷൂൻ, ഭഗവാനെ കാണാൻ. ആ ഭഗവാൻ വൈകുണ്ഠത്തിലിരിക്കുന്നുണ്ട്. ഈ 6 പടികളും കടന്നു. എന്നിട്ട് ഭഗവാനെ ദർശിക്കാൻ അവർ ആഗ്രഹിച്ചിട്ട് ഭവനം വിവിച്ചൂൻ, ആ ഭവനത്തെ, വൈകുണ്ഠത്തിലേക്കാണ്ട് 7ാമത്തെ പടി പ്രവേശിക്കാൻ തുടങ്ങി. അവിടെ താൻ പറഞ്ഞ അവരെ, ഒരുങ്ങിയവരായ താൻ പറഞ്ഞ അവരെ പറഞ്ഞ സനകാദികളെ, ദ്വാസ്തു പറഞ്ഞ 2 പേർ, 2 ദ്വാരപാലകർ, ദ്വാസ്തന്മാരായ 2 പേര്, ജയ വിജയാഭി, വിജയൻ എന്ന പേരുള്ള 2 പേർ. അരുന്ധാം പറഞ്ഞ എന്താണ്? രോദനം ചെയ്തു, തടഞ്ഞു. അനുവാദമില്ലാതെ കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ തടഞ്ഞു അത്രേ. തേഷാം ചിത്തെ, അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവരെ തടയാൻ പാടില്ല എന്നാണ്. പക്ഷേ വൈകുണ്ഠത്തിൽ കാവൽ നിർത്തിയിരിക്കുന്നതിനാണ് അനുവാദം വാങ്ങി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 പേരും ചെയ്തത്, ദ്വാരപാലകന്മാർ ചെയ്തത് ശരി തന്നെയാണ്. പക്ഷെ തടഞ്ഞപ്പോൾ സനകാദികളുടെ ഉള്ളിൽ കോപം, പദം ആപജ, സ്ഥാനം പ്രാപിച്ചു. ആ സനകാദികൾക്ക് കോപം വരാൻ പാടില്ല. ആ ഒരു വൈരാഗ്യ ബുദ്ധിയോടെയാണ് അത് പറഞ്ഞത് അല്ലെങ്കിൽ തടഞ്ഞത്. വൈകുണ്ഠത്തിൽ പാടില്ലാത്ത കാര്യമാണ് അവർ ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കോപത്തിന് സ്ഥാനം പ്രാപിക്കുകയും അവരെ ഭൂമൻ, ഹേ ഭൂമാവായ അല്ലയോ ഭഗവാനെ, സർവം എല്ലാം ഭവത് പ്രേരണയാ ഏവ, നിന്തിരുവടിയുടെ പ്രേരണ തന്നെയല്ലേ ഇതെല്ലാം സംഭവിക്കാൻ എന്ന് പറയണം. കോപം എന്ന് ശപിക്കുന്നത് അടുത്ത ശ്ലോകത്തിലാണ് നമുക്ക് വരുന്നത്. ആ കോപം ഉണ്ടായത് ഭഗവാന്റെ പ്രേരണ കൊണ്ട് തന്നെയാണ് പറഞ്ഞു. എല്ലാത്തിലും ഭഗവാനെ കാണാൻ കഴിയുന്നവരാണ് സനകാദികൾ. അവർക്ക് മാംസചക്ഷുകൾ നമ്മളെ ഒരു കണ്ണുകൊണ്ട് ഒന്നും വേണ്ട അവർക്ക് കാണാൻ. ഭഗവാന്റെ യോഗമായുടെ പ്രേരണ കൊണ്ട് ആ കാണണമെന്ന തോന്നൽ ഋഷികൾക്ക് ഉണ്ടായത് തന്നെ. അത് കാണണമെന്ന് തോന്നിയപ്പോൾ അവർക്ക് വൈകുണ്ഠത്തിൽ പോകേണ്ടി വന്നു. ആ 7ാമത്തെ കക്ഷിയുടെ കാവൽക്കാരാണ് ജയവിജയന്മാർ. 7ാമത്തെ മതിൽക്കെട്ടിൻ്റെ കാവൽക്കാരാണ് ജയവിജയന്മാർ വൈകുണ്ഠത്തിലെ. അവർ അനുവാദം വാങ്ങി അകത്ത് കിടക്കുന്നത് സാമാന്യ മര്യാദ ശരിക്കും ആണ്. അത് അവർക്ക് ചെയ്യാൻ തോന്നാത്തത് യോഗമായ പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. 5 വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ രൂപത്തിലാണ് ഇപ്പോഴും സനകാദികൾ ഇരിക്കുന്നത് എന്നാണ്. അപ്പോൾ ആ ഭാഗവതം സനകാദികളെ അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ്. അനുവാദമില്ലാതെ അകത്ത് കിടക്കാൻ ശ്രമിച്ച കുട്ടികളെ വിജയന്മാർ തടഞ്ഞതും തെറ്റല്ല ചെയ്തത്. അപ്പോൾ ഈ കാമക്രോധത്തിലേക്ക് നയിക്കുമെന്ന് സനകാദികളുടെ പ്രവൃത്തി മൂലം തെളിയിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഭഗവാനെ കാണണം എന്നതിന് ഉത്കൃഷ്ടമായ ആഗ്രഹമില്ല സനകാദികൾക്ക്, അതിനുള്ള അർഹത ഉണ്ടേനും. എന്നാൽ ആ ആഗ്രഹം തടസ്സമുണ്ടാക്കുന്ന ജയവിജയന്മാരുടെ നേർക്ക് അവർക്ക് കോപം ഉണ്ടാകുന്നു. കോപം നിയന്ത്രിക്കാൻ കഴിവുള്ളവരാണ് സനകാദികൾ. എന്നിട്ടും അവർ ജയവിജയന്മാരെ ശപിക്കുകയാണ്. അതെല്ലാം കാരണം എന്താണ്? സർവം ഭവത് പ്രേരണയൈവ നൂനം എന്ന് പറയുന്നു. തുടർന്ന് ആണ് നമ്മൾക്ക് കഥകൾ, അതിൻ്റെ ശാപത്തിൻ്റെ പരിണാമത്തിലുണ്ടാകുന്ന കഥകൾ, വ്യക്തികൾക്കുണ്ടാകുന്ന കാമവും അതിൽ നിന്നുണ്ടാകുന്ന കോപവും അവർക്ക് അവരോട് തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എല്ലാം എന്ന് നമുക്ക് ഈ കഥകളിലൂടെയൊക്കെ നമുക്ക് പഠിക്കാം. ഈശ്വരതുല്യരായ സനകാദികൾക്കുണ്ടായ കോപം പ്രപഞ്ചഗതിയെ തന്നെ ബാധിച്ചു എന്ന് വേണം പറയാൻ. ഭഗവാന്റെ ഇച്ഛയില്ലെങ്കിൽ ഈ സംഭവം ഉണ്ടാവുകയുമില്ല. അതും നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് അടുത്ത ശ്ലോകം 4 തൊട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവരും ശ്രദ്ധയോടെ മനസ്സിലാക്കാൻ സാധിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ നാരായണ.